ഹായ്, ഇസ് മൈ ഫ്രണ്ട്സ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യു ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ഐ വാസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. കടങ്കാവൽ, മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ ചിത്രം ഡിസംബർ 5-നാണ് ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത്. 2 ആഴ്ച മുമ്പ് തന്നെ കടങ്കാവലിൻ്റെ ട്രെയിലർ അണിയർ പ്രവർത്തകർ പുറത്തുവിട്ടു. അപ്പോൾ ആ ട്രെയിലറിലേക്ക് വരുമ്പോൾ വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു ട്രെയിലറായിട്ടാണ് തോന്നിയത്. ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ആ ഒരു മൂഡിലുള്ളൊരു ട്രെയിലർ. ഏത് മോഡ്? ഇൻവെസ്റ്റിഗേഷൻ മോഡെന്ന് പറയുന്ന പോലെ ആ ഒരു മൂഡിലുള്ളൊരു ട്രെയിലറായിരുന്നു അണിയറ പ്രവർത്തകരെ പുറത്തുവിട്ടത്. ഇത് സംവിധാനം ചെയ്തിരിക്കുന്ന ജിതിൻ കെ ജോസാണ്. ഇതിനെ മ്യൂസിക് ഡയറക്ടർ മജീബ് മുജീദാണ് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ. അപ്പോൾ മ്യൂസിക്കിലേക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ട്രെയിലറിലും ഒക്കെ നല്ലൊരു അടിപൊളി BGM ആണ്, അല്ലെങ്കിൽ നല്ല ഒരു ത്രില്ലിംഗ് ആയിട്ടൊരു BGM ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു ചിത്രം കാണുമ്പോഴേക്കും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും. ഡിസംബർ 5-നാണ് ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത്. മമ്മൂട്ടി കൂടാതെ വിനായകനാണ് മറ്റൊരു പ്രധാനപ്പെട്ട റോളിൽ അഭിനയിക്കുന്നത്. വിനായകനെ സജസ്റ്റ് ചെയ്തതും മമ്മൂട്ടി തന്നെയാണെന്ന് ആണ് അദ്ദേഹം ഇൻ്റർവ്യൂവിൽ പറഞ്ഞതും. അപ്പോൾ ഏതായാലും മമ്മൂട്ടിയും വിനായകനും തമ്മിലുള്ളൊരു കോമ്പിനേഷൻ തന്നെ അടിപൊളിയായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിനായകൻ്റെ അന്യായ പെർഫോമൻസ് നമുക്കറിയാമല്ലോ. ജയിലർ 2 ഒക്കെ അതിന് മികച്ച ഉദാഹരണങ്ങളാണ്. ഓഫ് കോഴ്സ് പിന്നെ പറയണ്ട, മറ്റേത് മമ്മൂട്ടിയാണ്, അറിയാലോ, മമ്മൂട്ടിയാണ്. ഏതായാലും ഈ 2 കാസ്റ്റിംഗ് തന്നെ സിനിമയുടെ മെയിൻ 2 പില്ലറുകളാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ട്രെയിലർ കാണുമ്പോൾ ഒരു ഒരു കണ്ടൻറ് ബേസ് സിനിമയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു വിജയം അല്ലെങ്കിൽ നല്ലൊരു തിരിച്ചുവരവായിരിക്കും മെഗാസ്റ്റാറിന് ഈ സിനിമ എന്നതാണ് എനിക്ക് ഇത് ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത്. കാരണം അസുഖബാധിതനായിരുന്നതിന് ശേഷം റിക്കവർ ചെയ്ത് തിരിച്ചു വന്നതിന് ശേഷം പുറത്തിറങ്ങുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ ചിത്രം എന്ന പ്രത്യേകതയുമുണ്ട്. അതോടൊപ്പം 2020 സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അത്ര മികച്ച വർഷമായിരുന്നില്ല. ഡൊമിനിക്കും അതോടൊപ്പം ബസൂക്കയും ഒക്കെ ബോക്സ് ഓഫീസിൽ മൂക്കുകുത്തി വീണു. അതുകൊണ്ട് തന്നെ 2024 വരെ നല്ല മനോഹര ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ചൊരു ആക്ടറാണ് മമ്മൂട്ടി. അപ്പം ഇതിൽ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നെഗറ്റീവ് റോളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നെഗറ്റീവ് റോൾ ചെയ്താലും അത് വേറെ ലെവലായിരിക്കും. പ്രമേയമൊക്കെ അതിന് എത്രയോ നല്ല ഉദാഹരണം. അവാർഡ് വരെ അദ്ദേഹം തൂക്കി. ഏതായാലും വളരെ നല്ലൊരു ട്രെയിലറാണ് അണിയർ പ്രവർത്തകർ പുറത്തുവിട്ടത്. 5-ാം തീയതിയാണ് ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത്. ഏതായാലും ക്രിസ്മസിനോടനുബന്ധിച്ച് ഒട്ടേറെ ചിത്രങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ടൻറ്റ് അടിപൊളിയാണെങ്കിൽ ലോങ് റണ്ണ് കിട്ടാനും ചാൻസ് ഉണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സർവമായ വരുന്നു. അതോടൊപ്പം ബബ്ബാടെ കാര്യം ഡിസംബർ 8-ന് ശേഷമേ അതെന്താകുമെന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഏതായാലും മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഒരു ശക്തമായ തിരിച്ചുവരവാകട്ടെ ഈ ചിത്രം. അതോടൊപ്പം അദ്ദേഹം ഇൻ്റർവ്യൂവിൽ പറഞ്ഞു തന്നെ അവതാരിക ചോദിക്കുന്നുണ്ട്. മമ്മൂട്ടി കമ്പനിയുടെ യൂട്യൂബ് ചാനലിൽ അദ്ദേഹം കൊടുത്ത ഇൻ്റർവ്യൂവിൽ അവതാരിക അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, വില്ലൻ റോളാണോ എന്ന് പറഞ്ഞപ്പോൾ നെഗറ്റീവോ പോസിറ്റീവോ ഒന്നുമില്ല, നമ്മളെല്ലാം ആക്ടേഴ്സ് തന്നെയാണ്, എന്നാൽ ഈ ഒരു ക്യാരക്ടർ അത്ര നല്ലവനുമല്ല എന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം വില്ലൻ റോൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വില്ലൻ ക്യാരക്ടർ ചെയ്യുമ്പോൾ അതൊരു വേറെ ലെവൽ കണ്ടൻറ്റുമായിരിക്കും, നല്ലൊരു ആക്ടിങ്ങുമായിരിക്കും എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. ഡിസംബർ 5-ന് ചിത്രം തിയേറ്ററിലേക്ക് എത്തും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.